ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU BTech 2024 സ്കീം ഗ്രൂപ്പ് എ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 4 ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റാണ് ബൈനറി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയാം, ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആവശ്യമാണ്. അപ്പോൾ എസ് ഈസ് ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി സെറ്റ്. ദെൻ ബൈനറി ഓപ്പറേഷൻ എൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ഓൺ എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഫ്രം എസ് ക്രോസ് എസ് ഇൻ ടു എസ് ക്രോസ് എസ്സിൽ നിന്നും എസ് ആണ്. ഓക്കെ, നമുക്കറിയാം ഓപ്പറേഷൻ എക്സാമ്പിൾ എന്തൊക്കെയാണ്? പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, നമ്പേഴ്സ് എടുക്കുന്ന സമയത്ത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പറേഷൻ. അപ്പോൾ ഇതിലെല്ലാത്തിലും 2 എൻട്രീസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഈ പറഞ്ഞ എസ് ക്രോസ് എസ്. അതായത് നമുക്ക് 2 എൻട്രീസ് വേണം, എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഒരു സിംഗിൾ നമ്പറാണ് കിട്ടുക അല്ലേ. അതാണ് എസ് ക്രോസ് എസ്സിൽ നിന്നും എസ്സിലേക്ക്. അപ്പോൾ അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എസ് ക്രോസ് എസ് ആണ്. നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത്, അതിൻ്റെ കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ എസ് ഇറ്റ് സെൽഫാണ്. ഓക്കെ, ഇതിനെ സംടൈംസ് നമ്മൾ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട്, സ്റ്റാർ ഓഫ് എ കോമ ബി, അല്ലെങ്കിൽ എ സ്റ്റാർ ബി എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എ ബി എന്ന് പറഞ്ഞിട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. ദ സെറ്റ് എസ് ആൻഡ് ആൻ ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എസ് ഈസ് ഡിനോട്ടഡ് ബൈ. അതായത് ഇപ്പോൾ സെറ്റ് എസ്സും അതുപോലെ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓൺ എസ് ആണെങ്കിൽ നമ്മൾ എസ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് എഴുതും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ സംടൈം ഇറ്റ് ഈസ് കോൾഡ് ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് എല്ലാതും ബൈനറി ഓപ്പറേഷൻ ആവുമോ? അപ്പോൾ അതൊന്ന് നോക്കാം കേട്ടോ. എക്സാമ്പിളായിട്ട് നോക്കാം. എൻ എന്ന് പറയണത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എടുക്കുകയാണേ. അപ്പോൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എന്താ? അവിടെ ബൈനറി ഓപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് എന്താ ഇതിൽ നോക്കണ്ടേ? അതായത് നമ്മൾ 2 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ തിരിച്ചൊരു പോസിറ്റീവ് നമ്പർ കിട്ടണം. അതുപോലെ തന്നെ 2 പോസിറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടണം? ഒരു പോസിറ്റീവ് നമ്പർ കിട്ടണം. ഓക്കെ, അപ്പോൾ അതെന്തായാലും കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ സബ്ട്രാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 2 പോസിറ്റീവ് നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 2ഉം 4ഉം. അപ്പോൾ ഞാൻ 2, 4 ഞാൻ മൈനസ് ചെയ്യുകയാണേ. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത്? ഒരു നെഗറ്റീവ് നമ്പർ -2 ആണ് വരുന്നത് അല്ലേ. സോ വിച്ച് ഈസ് നോട്ട് ഇൻ ദ സെറ്റ് എൻ അല്ലേ. എൻ ക്രോസ് എന്നിൽ നിന്നും എന്നിലേക്കുള്ളൊരു ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞ ബൈനറി ഓപ്പറേഷൻ എന്നല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സബ്ട്രാക്ഷൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിലോ, സബ്ട്രാക്ഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ അണ്ടർ എൻ. കാരണം നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് അതിൽ കിട്ടുന്ന എലമെൻറ്റ് തിരിച്ച് നമ്മുടെ സെറ്റിൽ തന്നെ വരണം. പക്ഷേ സബ്ട്രാക്ഷനിൽ അങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ട് സബ്ട്രാക്ഷൻ ഈസ് നോട്ട് എ ഓപ്പറേഷൻ ഓൺ എൻ ഓർ നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓൺ എൻ. ഇനി ഡിവിഷൻ ആണെങ്കിലോ, ഡിവിഷനും സെയിം ആണ്. ഇപ്പോൾ നമ്മൾ 2/3 എടുക്കുകയാണ്. 2ഉം 3ഉം പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ, പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷനിലെ 2 എലമെൻറ്റ്സ് ആണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് ഇൻറ്റീജർ അല്ല കിട്ടുന്നത് അല്ലേ. ഇൻറ്റീജറാണ് നമ്മളിവിടെ എടുക്കുന്നത്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. സോ ഈ പറഞ്ഞ ഈ ഡിവിഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് എ ഓപ്പറേഷൻ ഓൺ എൻ. ഇനി നമുക്ക് താഴെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് 2 - 9ഉം 7/3 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും എന്താണ്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ബൈനറി ഓപ്പറേഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 2 എലമെൻറ്റ്സ് എടുത്താൽ നമ്മുടെ സെറ്റിൽ നിന്ന് നമുക്ക് എന്ത് സെറ്റാണോ തന്നിരിക്കുന്നത്, ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്, ചില കേസിൽ നമുക്ക് ഇൻറ്റീജേഴ്സ് തരാം, ചിലപ്പോൾ റാഷണൽ നമ്പേഴ്സ് തരാം, എന്ത് വേണമെങ്കിലും തരാം കേട്ടോ. അപ്പോൾ ആ ഒരു സെറ്റിൽ 2 എലമെൻ്റ് എടുത്തിട്ട് നമുക്ക് തന്ന ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ സെറ്റിൽ തന്നെ ഉണ്ടെങ്കിൽ ആ സെറ്റ്, ഈ പറഞ്ഞ ഓപ്പറേഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ ഗിവൻ സെറ്റ് എന്താണോ തന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ പ്ലസും മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ദേ ആർ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് എൻ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് സെറ്റ് എ ബി. എ എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സിൻ്റെ കളക്ഷനും ബി എന്ന് പറയുന്നത് ഓഡ് ഇൻറ്റീജേഴ്സിൻ്റെ, അതായത് ഈവൻ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷനാണ് എ. ബി എന്ന് പറയുന്നത് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷനാണ്. ദെൻ അഡീഷൻ്റെ കേസിൽ എ എന്ന് പറയുന്നത്, അതായത് ഈവൻ നമ്പേഴ്സിലെ 2 എലമെൻറ്റ് ഞാൻ എടുത്തു, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നമ്പറാണ് കിട്ടുക. മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? ഈവൻ നമ്പറാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അഡീഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് എ ഓഫ് പോസിറ്റീവ് even integers. What about set B?
സെറ്റ് ബിയിൽ നമുക്ക് രണ്ട് ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്താലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എടുത്താലോ നമുക്ക് എന്താ കിട്ടുക? ഈവൻ നമ്പറാണ്, വിച്ച് ഈസ് നോട്ട് ഇൻ ദാറ്റ് സെറ്റ് ബി. ബി എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ഓൾ ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ അതിൽ ആഡ് ചെയ്താലോ മൾട്ടിപ്ലൈ ചെയ്താലോ ആ പറഞ്ഞ നമ്പേഴ്സ് നമ്മുടെ സെറ്റിലില്ല. അപ്പോൾ ഈ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ബൈനറി ഓപ്പറേഷൻ ഓൺ സെറ്റ് ഓഫ് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 3 + 5 = 8. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് അസോസിയേറ്റീവ് ലോ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്താണ് അസോസിയേറ്റീവ് ലോ, എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്നൊക്കെ. അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സെറ്റിൽ എല്ലാ എലമെൻസും അസോസിയേറ്റീവ് ലോ ഇതേപോലെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് അതായത് A*B ആദ്യം ചെയ്തു ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ C വെച്ച് ഓപ്പറേറ്റ് ചെയ്താലും, അല്ലെങ്കിൽ ആദ്യം B*C ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യുക, രണ്ടുപേരും ആഡ് ചെയ്യോ മൈനസ് ചെയ്യോ. ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, അല്ലെങ്കിൽ സംടൈംസ് നമ്മളിവിടെ സ്റ്റാർ വേറെ അതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർ ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ആദ്യം എയും ബിയും കൂടി ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എ ആഡ് ചെയ്ത് കഴിഞ്ഞാലും രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുകയാണെങ്കിൽ സ്റ്റാർ ഓൺ എസ് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയണമെങ്കിൽ A*B = B*A. ഈ സ്റ്റാർ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാം, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതുപോലെ എസ് എന്ന് പറയുന്നത് മാറി മാറി വരാം. ഈ മാറി മാറി വരുന്നതിനനുസരിച്ച് കമ്മ്യൂട്ടേറ്റീവ് ആവാണ്ടിരിക്കാം, ചിലതാവാം, അസോസിയേറ്റീവ് ആവാണ്ടിരിക്കാം, ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന സെറ്റ് ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും ആണ് അല്ലേ. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ രണ്ട് ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്താലും നമുക്ക് വീണ്ടും, അതായത് ഇപ്പോൾ ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് അഡീഷൻ ചെയ്താൽ നമുക്ക് ഏതൊരു ഇൻറ്റീജേഴ്സിലും ഇൻറ്റീജേഴ്സിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും? കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ് അല്ലേ. ഓക്കെ, പക്ഷേ അഡീഷനാണ്. ഓക്കെ, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ മൈനസോ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണോ ഓൺ സെറ്റ് Z, അതായത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്? അല്ല, കാരണം 8 - 4 ചെയ്ത് പിന്നെ -3 ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് വരുന്നത്. ഇനി ആദ്യം 4 - 3 ചെയ്ത് പിന്നെ 8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7 ആണ് വരുന്നത്. സോ സബ്ട്രാക്ഷൻ ഈസ് നോൺ അസോസിയേറ്റീവ് ഓൺ Z. കമ്മ്യൂട്ടേറ്റീവ് അല്ല അല്ലേ. 7 - 3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്? ഇത് നോട്ട് ഈക്വൽ ടു ആണ്, നോട്ട് ഈക്വൽ ടു 3 - 7. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു എലമെൻറ്റിനെ കുറിച്ച് പരിചയപ്പെടാം, ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് പറയണമെങ്കിൽ നമുക്കൊരു ഓപ്പറേഷൻ സ്റ്റാർ നമ്മൾ കൺസിഡർ ചെയ്യണം. സ്റ്റാർ എന്ന് പറഞ്ഞത് ഒരു ബൈനറി ഓപ്പറേഷനാണ്. എസ് എന്ന് പറഞ്ഞ സെറ്റിൽ സ്റ്റാർ ഒരു ബൈനറി ഓപ്പറേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറഞ്ഞ എലമെൻറ്റ് അതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആവണമെങ്കിൽ A*E ചെയ്താലും E*A ചെയ്താലും നമുക്ക് എ കിട്ടണം. അതായത് A*E ഇപ്പോൾ പ്ലസ് ആണ് വിചാരിച്ചോ, പ്ലസ് ആണെങ്കിൽ എൻ്റെ കൂടെ ഏതോന്ന് ആഡ് ചെയ്താൽ ഒരു നമ്പർ കിട്ടും. അതുതന്നെ ഇൻ്റെ കൂടെ E+A ചെയ്താലും നമുക്ക് ആ സെയിം നമ്പർ കിട്ടുകയാണെങ്കിൽ ആ ഇ എന്ന് പറഞ്ഞ എലമെൻ്റ് ആണ്, ഏതാണോ ആഡ് ചെയ്ത എലമെൻറ്റ് അതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. നമുക്ക് പ്രോബ്ലം പറയുമ്പോൾ ക്ലിയർ ആവും. അടുത്തത് ഓക്കെ, അതിൽ ഈനെ നമുക്ക് ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയും അതുപോലെ റൈറ്റ് ഐഡൻറ്റിറ്റി എന്നും പറയാറുണ്ട്. ലെഫ്റ്റ് ഐഡൻറ്റിറ്റി, റൈറ്റ് ഐഡൻറ്റിറ്റി. ഓക്കെ, ഇവിടെ എഴുതുമ്പോൾ ഇത് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ആണ്, ഇവിടെ എഴുതുമ്പോൾ ഇത് റൈറ്റ് ഐഡൻറ്റിറ്റി ആണ്. എനിവേ ബോത്ത് ആർ സെയിം. ഓക്കെ, രണ്ടും സെയിം ആണ്. അപ്പോൾ ഇൻവേഴ്സ് എന്താണെന്ന് നോക്കാം. ഇൻവേഴ്സ് പറയുമ്പോഴും ഈ പറഞ്ഞ എസ് എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻ ചെയ്ത ഒരു ഓപ്പറേഷനാണ് സ്റ്റാർ, ബൈനറി ഓപ്പറേഷനാണ് സ്റ്റാർ. അതിനൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റിൻ്റെ കൂടെ ഏതോ ഒരു എലമെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ആദ്യം ആ ഏതൊരു എലമെൻറ്റ് തിരിച്ചിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം കേട്ടോ. ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഏതാണോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് ആ എലമെൻറ്റിന് നമ്മളിവിടെ ഇൻവേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അത് ഇപ്പോൾ പറയുമ്പോൾ കുറച്ച് ഇതായിരിക്കും, നമുക്ക് പ്രോബ്ലംസ് കുറച്ച് എക്സാമ്പിൾസ് നോക്കുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ,
ഇപ്പം നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയണത് ഈ പറഞ്ഞ തന്ന സെറ്റിൽ അസോസിയേറ്റീവ് ആണെങ്കിൽ ഇൻവേഴ്സ് എന്ന് പറയണത് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും, അത് യുണീക്കും ആയിരിക്കും കേട്ടോ. ഓക്കെ, ദസ് അതുപോലെ തന്നെ ഇപ്പോൾ എ എന്ന് പറയുന്നത് ഈ കേസിൽ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ എന്നും പറയാം, എ ഈസ് ദി ഇൻവേഴ്സ് ഓഫ് ബി ആണ്. ദേ ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, അതുകൊണ്ട് നമുക്കിതിന് എന്ത് പറയാം, സിമെട്രിക് റിലേഷൻ എന്ന് പറയാം അല്ലേ. കാരണം എ ബി നമ്മുടെ റിലേഷനിലുണ്ടെങ്കിൽ ഇവിടുത്തെ റിലേഷൻ ഇപ്പം എ സ്റ്റാർ ബി ചെയ്താൽ ഇ കിട്ടണം എന്നാണ് റിലേഷൻ വെച്ച് കഴിഞ്ഞാൽ. റിലേഷനായിട്ട് ഈ സെറ്റിനെ നമ്മൾ പറയുകയാണെങ്കിൽ, ഈ സെറ്റിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എ ബി നമ്മുടെ റിലേഷനിലുണ്ടാവും, ബി എ ഉണ്ടാവും. സോ നമ്മുടെ ആ റിലേഷൻ എന്താ, സിമെട്രിക് റിലേഷനാണ്. അത് അത്രേ ഉള്ളൂ, ജസ്റ്റ് ഒരു പോയിന്റ്. ഓക്കെ, ഇനി ഇതിലെന്താ പറയണത് വെച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് യുണീക്കാണ് എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയും എഫ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് ഐഡൻറ്റിറ്റി ഫോർ ദ ഓപ്പറേഷൻ ഫോർ ആൻ ഓപ്പറേഷൻ ഓൺ ഒരു ഓപ്പറേഷന് സെറ്റ് എസ്സിൽ ഒരു 2 ഐഡൻറ്റിറ്റിയാണ്. ഒന്ന് ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയാണ് ഇ, എഫ് എന്ന് പറയുന്നത് റൈറ്റ് ഐഡൻറ്റിറ്റിയാണ്. ദെൻ എഫും ഇയും എന്താണ്, ഈക്വലാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക, ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആണേ. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്, ഈ ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയാണ്. ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ആണെങ്കിൽ എന്താ നമുക്കറിയാം, ഇ എഫ് ഇസ് ഈക്വൽ ടു എഫ് ആണ്. അതുപോലെ തന്നെ എഫ് റൈറ്റ് ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതേപോലെ തന്നെ ഇ എഫ് ഇസ് ഈക്വൽ ടു ഇ എന്ന് പറയാം. സോ ഇത് രണ്ടും ഈക്വൽ, ദസ് നമുക്ക് എന്ത് പറയാം, ഇ ഇസ് ഈക്വൽ ടു എഫ്. ഇത് രണ്ടും നമ്മുടെ ഡെഫിനിഷന് ക്ലിയർലി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ പറഞ്ഞത് ഇ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ആണെന്നാണ്, അതായത് ഇ ലെഫ്റ്റ് സൈഡാണ്. അത് അടുത്ത് പറയുന്നത് എഫ് റൈറ്റ് ഐഡൻറ്റിറ്റി എന്നാണ്. അപ്പോൾ എഫ് റൈറ്റ് സൈഡ് എഴുതിയിട്ടുള്ള ഡെഫിനിഷൻ എഴുതി, അതിനർത്ഥം ഇയും എഫും ഈക്വലാണ്. ഇ എഫ് രണ്ട് സൈഡ് ആർ എച്ച് എസ് സെയിം ആണ്, സോ എൽ എച്ച് എസ് സെയിം ആയേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനർത്ഥം എന്താ, ലെഫ്റ്റ് ഐഡൻറ്റിറ്റി റൈറ്റ് ഐഡൻറ്റിറ്റി എന്താ, ഈക്വലാണ്. അതായത് സപ്പോസ് 2 ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഈക്വലാണ്, അതായത് യുണീക്കാണ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് യുണീക്ക്, ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് യുണീക്ക്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സാണ്. അണ്ടർ അഡീഷൻ ഇവിടെ എന്തായിരിക്കും ഐഡൻറ്റിറ്റി എലമെൻറ്റ് വരിക, അതായത് നമ്മൾ പറഞ്ഞു ഒരു എലമെൻറ്റിൻ്റെ കൂടെ നമ്മൾ ഏത് എലമെൻറ്റ് ആഡ് ചെയ്താലാണ്, ഇവിടെ അഡീഷനാണ് ഓപ്പറേഷൻ. എ എന്ന് പറയുന്നതൊക്കെ എവിടുത്തെ എലമെൻറ്റ്സ് ആണ്, റാഷണൽ നമ്പേഴ്സാണ്. എൻ്റെ കൂടെ ഏതൊരു എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും, അതുപോലെ തന്നെ ആദ്യം ആ എലമെൻറ്റ് പ്ലസ് ഒരു എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എ തന്നെ കിട്ടണം. ഓക്കെ, അതാണ് അവിടുത്തെ കണ്ടീഷൻ. അതേതാണ്, 0 അല്ലേ. ഓക്കെ, 0. ഓക്കെ, 0. ഓക്കെ, അപ്പോൾ 0 ആണ് നമുക്ക് ഇവിടെ എന്ത് വരിക, ഇൻവേഴ്സ് ആയിട്ട് ഐഡൻറ്റിറ്റി ആയിട്ട് വരിക അണ്ടർ അഡീഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇൻവേഴ്സ് പറയുകയാണെങ്കിൽ ഇവിടെ എന്താ ഇൻവേഴ്സ് വരിക, അതായത് -3. ഒരു മിനിറ്റ്, ഇപ്പോൾ 3 പറഞ്ഞൊരു എലമെൻറ്റ് ഞാൻ എടുക്കുകയാണ്. 3ൻ്റെ കൂടെ ഞാൻ ഏതോ ഒരു എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടുള്ള 0 കിട്ടണം. അതുപോലെ തന്നെ തിരിച്ചു, ആദ്യം ആ എലമെൻറ്റ് എഴുതി പിന്നെ ഞാൻ 3ൻ്റെ കൂടെ ആഡ് ചെയ്താലും എനിക്ക് ഈ 0 കിട്ടണം. അതേതാ, -3 ആണ്. ഈ -3 എവിടെ ഉണ്ടാവണം, നമ്മുടെ റാഷണൽ നമ്പേഴ്സിൽ ഉണ്ടാവണം. അതെന്തായാലും ഉണ്ടല്ലോ, -3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഓരോ എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്താണ്, നെഗറ്റീവ് ഓഫ് ദാറ്റ് നമ്പർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3ൻ്റെ കേസാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ 3ൻ്റെ ഇൻവേഴ്സ് -3യും -3ൻ്റെ ഇൻവേഴ്സും 3 ആണ്. അണ്ടർ അഡീഷൻ ഓൺ ഇങ്ങനെയൊക്കെ പറയണം. അതായത് ഏത് ഓപ്പറേഷൻ ആണെന്ന് മെൻഷൻ ചെയ്യണം, ഏത് സെറ്റാണെന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അണ്ടർ അഡീഷൻ എന്താ പറയുക, 3ൻ്റെ ഇൻവേഴ്സ് -3 ആണ്, -3ൻ്റെ ഇൻവേഴ്സ് 3 ആണ്. ഓൺ ഏതാണ് സെറ്റ് ഇവിടെ, റാഷണൽ നമ്പേഴ്സ് Q. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ എന്താണ് വന്നത്, അപ്പോൾ നമ്മുടെ ഇവിടെ ഓപ്പറേഷൻ മാറി. അപ്പോൾ എൻ്റെ കൂടെ എന്തോ ഇൻറ്റു ചെയ്താൽ നമുക്ക് എ തന്നെ കിട്ടണം. അതുപോലെ തന്നെ തിരിച്ചു, ഫസ്റ്റ് ആ എലമെൻറ്റ് എഴുതിയിട്ട് പിന്നെ എ ഇൻറ്റു ചെയ്താലും അത് 1 അല്ലേ, 1ൻ്റെ കൂടെ എ ഇൻറ്റു ചെയ്താലാണ് നമുക്ക് എ തന്നെ കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താ വരിക, 1 ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു -3 ആണ്. ഓക്കെ, അപ്പം ഞാൻ -3ൻ്റെ കേസ് പറയാം. -3ൻ്റെ കൂടെ ഏതോ ഒരു എലമെൻറ്റ് ഞാൻ ഇൻറ്റു ചെയ്തപ്പോൾ എനിക്ക് എന്ത് തോന്നുന്നു, ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താ, 1. ഓക്കെ, അതായത് -3ൻ്റെ കൂടെ ഏത് എലമെൻറ്റ് ഇൻറ്റു ചെയ്താലാണ് 1 വരിക, ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ 1/-3. അത് നമുക്ക് -3 ക്യാൻസൽ ആകും, 1 വരും. ഓക്കെ, അപ്പോൾ ഇത് -3 എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്. അതുപോലെ -1/-3
1/-3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ -1/3 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ തന്നെയല്ലേ? അതെ, റാഷണൽ നമ്പർ. അതും കൂടി ചെക്ക് ചെയ്യണം. നമ്മളിവിടെ ഏത് എലമെൻ്റാണോ ഇൻറ്റു ചെയ്യുന്നത് വിച്ച് ഈസ് ഓൾസോ ക്യൂവിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എന്തായാലും കോഴ്സ് ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം, 3ൻ്റെ ഇൻവേഴ്സ് -1/3 ആണ്. -1/3ൻ്റെ ഇൻവേഴ്സ് 3 ആണ്. ഞാൻ നേരത്തെ ഓക്കെ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, 0 എന്ന് പറയുന്ന എലമെൻറ്റിന് ക്യൂവിൽ എന്തില്ല, 0 എന്ന് പറഞ്ഞ എലമെൻറ്റിന് ക്യൂ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനും അതുപോലെ തന്നെ സെറ്റ് ക്യൂ എടുക്കുകയാണെങ്കിൽ 0-ന് എന്തുണ്ടാവില്ല, ഇൻവേഴ്സ് ഉണ്ടാവില്ല അല്ലേ? കാരണം 0 ഇൻറ്റു ഏതോ ഒരു എലമെൻറ്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ടുള്ള 1 കിട്ടണം. സോ നമുക്ക് 1/0 എഴുതേണ്ടി, 1/0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പോൾ 0-ന് ആക്ച്വലി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ല. അത് ഐഡൻറ്റിറ്റി എലമെൻ്റ് അല്ല, ഇൻവേഴ്സ് ഇല്ല, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസലേഷൻ ലോ എന്താണെന്ന് നോക്കാം. സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ഓൺ സെറ്റ് എസ് ആണ്. ദെൻ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ എന്താണെന്ന് പറഞ്ഞ് നോക്കാം. ഇപ്പം ഓക്കെ, A*B = A*C. രണ്ട് സൈഡും ഒരേ എലമെൻ്റാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ലെഫ്റ്റ് സൈഡ് ഒരേ എലമെൻറ്റ് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഇംപ്ലൈസ് B = C. അതായത് എയും ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ എന്ത് എഴുതി, B = C. ഇവിടെ ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിഫൈൻ ചെയ്ത ഓപ്പറേഷനാണ് കേട്ടോ. അതുപോലെ B*A, ഇനി അതുകൊണ്ടാണ് ഇതിനെ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡാണ് ക്യാൻസൽ ചെയ്യുന്നത്. ഇനി ഇവിടെ റൈറ്റ് സൈഡാണ് ഒരേ എലമെൻറ്റ് വെച്ച് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. B*A = C*A. ദെൻ ഞാൻ രണ്ട് റൈറ്റ് സൈഡ് ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ ഇൻവേഴ്സ് വെച്ച്, ഇൻവേഴ്സ് അല്ല, ഇതിന് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയണം. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എന്താ വരികയാണ്, B = C. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാൻസലേഷൻ ലോ. ഫസ്റ്റത്തെ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ, സെക്കൻഡ് പറഞ്ഞത് റൈറ്റ് ക്യാൻസലേഷൻ ലോ ആണ്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും ഇൻറ്റീജേഴ്സിൻ്റെ കേസിൽ addition and subtraction of the integers in Z and multiplication of non-zero integers in Z to satisfy both left and right cancellation law അല്ലേ? ഇപ്പോൾ ഞാൻ ഓക്കെ അഡീഷനും സബ്ട്രാക്ഷനും കൊടുക്കുക. അപ്പോൾ അഡീഷനാണ് നമ്മുടെ ഇവിടെ ഓപ്പറേഷൻ വിചാരിക്കൂ. A + B = A + C. അപ്പോൾ എനിക്കിവിടെ എങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം, നമുക്കിപ്പോൾ A - ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം നമുക്ക് B = C കിട്ടും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിലും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ അതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെമി ഗ്രൂപ്പ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. സെമി ഗ്രൂപ്പ് പറയണമെങ്കിൽ എസ് എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് വിത്ത് എൻ ഓപ്പറേഷൻ. എസ് എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ വിത്ത് എസ് എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ഡിഫൈൻഡ് വിത്ത് എൻ ഓപ്പറേഷൻ, ബൈനറി ഓപ്പറേഷൻ. സ്റ്റാർ ഇവിടെ തന്നിട്ടൊന്നുമില്ല. ഓക്കെ, ബൈനറി ഓപ്പറേഷൻ. ദെൻ എസ് സെമി സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ നമുക്ക് തന്ന ഓപ്പറേഷൻ എന്തായിരിക്കണം, അസോസിയേറ്റീവ് ആയിരിക്കണം. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ അസോസിയേറ്റീവിൻ്റെ കൂടെ തന്നെ ഇഫ് ദ ഓപ്പറേഷൻ ഹാസ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ദെൻ എസ് ഈസ് കോൾഡ് മോണോയിഡ്. ഇപ്പോൾ ആ ഓപ്പറേഷന് ഐഡൻറ്റിറ്റി എലമെൻറ്റും കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, മോണോയിഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കൺസിഡർ ദ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് n എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ് നമ്മൾ എടുത്തേക്ക്. ഇവിടുത്തെ സെറ്റ് ഇതാണ്. അപ്പോൾ n+ഉം n ഇൻറ്റുവും ഇത് രണ്ടും സെമി ഗ്രൂപ്പ്സ് ആണോ? അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും നമുക്കറിയാം അസോസിയേറ്റീവ് ആണെന്നല്ലേ. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഇത് രണ്ടും സെമി ഗ്രൂപ്പ്സ് ആണ് അല്ലേ, സെമി ഗ്രൂപ്പ്സ് ആണ്. ഇൻ പർട്ടിക്കുലർ n ഇൻറ്റു ഈസ് എ മോണോയിഡ്. കാരണം സിൻസ് ഇറ്റ് ഹാസ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1. ഓക്കെ, n+ is not a monoid since addition in n has no zero element. ഓക്കെ, അപ്പോൾ ഇവിടെ n എന്ന് പറയണത് ഓക്കെ n* എന്ന് പറയണത് n ഇൻറ്റു എന്ന് പറയണത് മോണോയിഡാണ്. കാരണം നമ്മൾ പറഞ്ഞു അവിടെ എന്ത് വേണമെന്ന് പറഞ്ഞു, മോണോയിഡ് ആവണമെങ്കിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. സോ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണ്, നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 ആണ് അല്ലേ. എൻ്റെ കൂടെ 1 ഇൻറ്റു ചെയ്താലാണ് A തന്നെ കിട്ടുക. ഓക്കെ, ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 ആണ്. ആ 1 നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് n-ലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ n+ എന്ന് പറയണത് എന്താണ്, മോണോയിഡ് അല്ല. ഓക്കെ, n+ മോണോയിഡ് അല്ല. കാരണം അഡീഷൻ ചെയ്യണ സമയത്ത് ഓക്കെ n+ മോണോയിഡ് അല്ലാത്ത എന്താ, അതിന് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഇല്ല. കാരണം n-ൻ്റെ കൂടെ നമുക്ക് 0 ആഡ് ചെയ്താലാണ് n വരിക.
പക്ഷേ ഈ പറഞ്ഞ എന്നിൽ എന്തില്ല, സീറോ ഇല്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇത് n പ്ലസ് എന്ന് പറയുന്നത് എന്താവാത്തത്, മോണോയിഡ് ആവാത്തത്. കാരണം അഡീഷൻ്റെ കേസിൽ നമുക്ക് ഇവിടെ അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ടുള്ള സീറോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെറ്റ് എന്നിൽ ഇല്ല. ഓക്കെ, ആക്ച്വലി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ സീറോ നമ്മുടെ സെറ്റിൽ വരേണ്ടതാണ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് എടുത്താലാണ് സീറോ വരാത്തത് അല്ലേ. ഓക്കെ, അപ്പം നമുക്കിവിടെ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം കേട്ടോ. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് സീറോ എന്ന് പറയുന്നത് ആ സെറ്റിൽ വരും. ഓക്കെ, അപ്പം നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് പറയാം n പ്ലസ് എന്തല്ലാന്ന്, മോണോയിഡ് അല്ലാന്ന്. കാരണം പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ മോണോയിഡ് ആണ്. കാരണം സീറോ എന്ന് പറഞ്ഞ എലമെൻറ്റ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ സീറോ ആ സെറ്റിൽ ഉണ്ടാവും. പക്ഷേ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതെന്തല്ല, മോണോയിഡ് അല്ല. കാരണം സീറോ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പറിൽ ഇല്ലല്ലോ. അപ്പോൾ അണ്ടർ അഡീഷൻ n എന്ന് പറയുന്നത് എന്താവില്ല, മോണോയിഡ് ആവില്ല. ഓക്കെ, ഫോർ നാച്ചുറൽ നമ്പേഴ്സ് ട്ടോ. ഇനി അടുത്തത് എസ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റാണ്. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ ഫംഗ്ഷൻ ഫ്രം എസ് ടു എസ് ആണ് അണ്ടർ ദ ഓപ്പറേഷൻ കോമ്പോസിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സെറ്റ് എന്താണ്, ഒരു ഇവിടുത്തെ സെറ്റ് എഫ് ഓഫ് എസ് ആണ്. എഫ് ഓഫ് എസ് എന്താ ഇവിടെ തന്നിരിക്കുന്നത്, ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എസ് ടു എസ്. എല്ലാ ഫംഗ്ഷൻസും എസ്സിൽ നിന്നും എസ്സിലേക്ക് ഡിഫൈൻ ചെയ്ത എല്ലാ ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ് എഫ് ഓഫ് എസ്. ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്, കോമ്പോസിഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് സെമി ഗ്രൂപ്പ് ആണെന്ന്. കാരണം കോമ്പോസിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോമ്പോസിഷന് അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷേ കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല, എന്തായാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സെമി ഗ്രൂപ്പ് ആണെന്ന് ചെക്ക് ചെയ്യാൻ എന്തുമാത്രം ചെക്ക് ചെയ്താൽ മതി, അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കോമ്പോസിഷൻ നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, കോമ്പോസിഷൻ അസോസിയേറ്റീവ് ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് മോണോയിഡ് ആണോ, മോണോയിഡ് ആണെങ്കിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ എഫിൻ്റെ കേസിൽ ഇപ്പം എഫ് കോമ്പോസിഷൻ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഐ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഫംഗ്ഷൻ ഐ എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം, ഇപ്പോൾ വൺ ഓഫ് ദ ഫംഗ്ഷൻ അതിലെ എലമെൻറ്റ്സ് എല്ലാം അതേതിലേക്ക് തന്നെ മാപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ 1 മാപ്സ് ടു 1. ഇപ്പോൾ എസ് എന്ന് പറഞ്ഞ ഫൈനൈറ്റ് സെറ്റ് 1 2 3 1 2 3 1 2 എന്ന് മാത്രമേ ഉള്ളൂ വിചാരിക്കും. അപ്പോൾ ആ 1 1ലേക്ക് 2 2ലേക്ക് മാപ്പ് ചെയ്താൽ എഫ് കോമ്പോസിഷൻ ആ ഒരു എഫ് കോമ്പോസിഷൻ ഐ എന്ന് പറഞ്ഞാൽ എന്താ വരിക, നമുക്ക് എഫ് വരും. ഓക്കെ, അപ്പോൾ ഈ ഐ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് വരിക. സോ ഈ പറഞ്ഞ എഫ് ഓഫ് എക്സ് എന്താണ്, മോണോയിഡാണ്, സെമി ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. എസ് എന്ന് പറയുന്നത് സെറ്റ് ABCD എടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് നേരത്തെ പോലെ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുക, നമ്മളായിട്ടൊരു ഓപ്പറേഷൻ, പുതിയൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എന്താണത്, സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് വൈ 2 എലമെൻറ്റ്സ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ അതിൻ്റെ ആദ്യത്തെ എലമെൻ്റാണ് നമുക്ക് കിട്ടുക. അതാണ് അവിടുത്തെ ഓപ്പറേഷൻ. ഓക്കെ, എക്സ് സ്റ്റാർ വൈ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എന്താണ്, എക്സ്. അതാണ് അവിടുത്തെ ഓപ്പറേഷൻ കേട്ടോ. അപ്പോൾ അത് നമുക്ക് അസോസിയേറ്റീവ് ആണോ നോക്കാം. ഇപ്പോൾ എക്സ് സ്റ്റാർ വൈ സ്റ്റാർ സെഡ്. അപ്പോൾ എക്സ് സ്റ്റാർ വൈ വരുന്നത് നമുക്ക് എക്സ് ആണെന്ന് അറിയാം, കാരണം ബൈ ദ ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുള്ള ഓപ്പറേഷൻ്റെ ഡെഫിനിഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എക്സ് സ്റ്റാർ സെഡ് എന്താണ്, എക്സ് തന്നെയാണ്. ഈ എക്സ് സ്റ്റാർ വൈ സ്റ്റാർ സെഡ് നമുക്ക് ചെയ്ത് നോക്കാം. വൈ സ്റ്റാർ സെഡ് എന്ന് പറഞ്ഞാൽ വൈയിലേക്കാണ് മാപ്പ് ചെയ്യുക. സോ അതായത് എക്സ് സ്റ്റാർ വൈ എന്ന് പറഞ്ഞാൽ എക്സിലേക്കാണ് മാപ്പ് ചെയ്യുക. സോ നമുക്ക് രണ്ടിൻ്റെയും വാല്യൂസ് സെയിം ആണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റാർ ഇവിടെ അസോസിയേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എസ് സ്റ്റാർ ഇസ് എ സെമി ഗ്രൂപ്പ്. ഓക്കെ, സെമി ഗ്രൂപ്പ് ആണെങ്കിൽ ഓക്കെ, സെമി ഗ്രൂപ്പ്. ഇനി നമുക്ക് ഡോട്ട് ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, അത് അപ്പുറത്താണ്. അതായത് ഡോട്ട് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഗ്രൂപ്പ് ടേബിളാണ്. അതായത് ഇവിടുത്തെ ഓപ്പറേഷൻ നമ്മൾ ഗ്രൂപ്പ് ടേബിളായിട്ട് ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതായത് മൊത്തത്തിൽ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഓക്കെ, ആ ഒരു ഓപ്പറേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രൂപ്പ് ടേബിൾ എന്ന് പറയുക. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം പറഞ്ഞ ഈ സ്റ്റാർ ഓപ്പറേഷൻ നമ്മളവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സെറ്റ് ABCD ആയിരുന്നു. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, എക്സ് സ്റ്റാർ വൈ ആണെങ്കിൽ എക്സിലേക്കാണ് മാപ്പ് ചെയ്യണത് അല്ലേ, ആദ്യത്തെ എലമെൻറ്റിലേക്കാണ് മാപ്പ് ചെയ്യണത്. അപ്പോൾ ഇവിടെ എ സ്റ്റാർ എ ആണെങ്കിൽ എ തന്നെയാണ്, എ സ്റ്റാർ ബി എ തന്നെയാണ്, എ സ്റ്റാർ സി എ തന്നെയാണ്, എ സ്റ്റാർ ഡി എ തന്നെയാണ്. അതുപോലെ ഇത് നോക്കുകയാണെങ്കിൽ ബി സ്റ്റാർ എ ബി ആണ്, ബി സ്റ്റാർ ബി ബി ആണ്, ബി സ്റ്റാർ സി ബി ആണ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൂപ്പ് ടേബിൾ കേട്ടോ. നമ്മുടെ ആ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് ഇതിപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്താ
എല്ലാം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദാറ്റ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ ഡോട്ട് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യാണ്ട് ഒരു ഗ്രൂപ്പ് ടേബിളാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് നേരത്തെ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് പിന്നെ ഗ്രൂപ്പ് ടേബിൾ തന്നു. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ടേബിളാണ് തന്നിരിക്കുന്നത്. അതെങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടൊന്നുമില്ല, ജനറലായിട്ട്. ഇവിടെ എങ്ങനെയാണ്, A സ്റ്റാർ A ചെയ്താൽ A ആണ് കിട്ടുന്നത്, A സ്റ്റാർ B ചെയ്താൽ B ആണ് കിട്ടുന്നത്, A സ്റ്റാർ C ചെയ്താൽ C ആണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ എന്തോ ഒരു റിലേഷനിൽ അവർ ജസ്റ്റ് ഇങ്ങനെ എഴുതി പോയിട്ടുണ്ട്. നമുക്കിനി ഇത് അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്ത പേജ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ B സ്റ്റാർ C എടുക്കുകയാണേ. B സ്റ്റാർ C. അപ്പോൾ ആദ്യം B സ്റ്റാർ C എന്താ എവിടെ മാപ്പ് ചെയ്യണം നമുക്ക് നോക്കാം. ബിയും B. ഓക്കെ ഓക്കെ B സ്റ്റാർ C, അതായത് B ഡോട്ട് C എന്താ മാപ്പ് ചെയ്യുന്നത്, എയിലേക്കാണ്. അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും വരിക, A ഡോട്ട് C ആണ് വരിക. അപ്പോൾ അതിപ്പോൾ തന്നെ നോക്കാം. എയും ഡോട്ട് സിയും അത് സിയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ പേജ് പോവുകയാണെങ്കിൽ ഇതാ B ഡോട്ട് C ചെയ്താൽ നമുക്ക് A കിട്ടും, പിന്നെ A ഡോട്ട് C ചെയ്താൽ നമുക്ക് C കിട്ടും. സിമിലർലി നമ്മൾ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ B ഡോട്ട് ഇനി C ഡോട്ട് C ആദ്യം ചെയ്യണം. C ഡോട്ട് C ചെയ്യുമ്പോൾ അവിടെ A ആണ് വരുന്നത് അത്രേ. അപ്പുറത്ത് നോക്കിയാൽ മതി, അതിലങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ B ഡോട്ട് A ചെയ്താലും A ആണ് കിട്ടുന്നത്. സോ ഇവിടെ അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ S ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം ഇവിടെ B ആണ് കിട്ടിയിരിക്കുന്നത്, ഇവിടെ C ആണ് കിട്ടിയിരിക്കുന്നത്. സോ LHS RHS ഈക്വൽ അല്ല. അപ്പോൾ ഈ S ഡോട്ട് എന്ന് പറയുന്നത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ സെമി ഗ്രൂപ്പ്. ഇനി നമുക്ക് സെമി സബ് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. സെമി സബ് ഗ്രൂപ്പ്, അപ്പോൾ A എന്ന് പറയുന്നത് ഒരു നോൺ എം ടി സബ്സെറ്റ് ഓഫ് എ സെമി ഗ്രൂപ്പ് S. അപ്പോൾ S ഒരു സെമി ഗ്രൂപ്പ് ആയിരിക്കണം. ആ സെമി ഗ്രൂപ്പിൻ്റെ ഒരു നോൺ എം ടി സബ്സെറ്റ് ആണ് A എന്ന് പറയുന്നത്. അപ്പോൾ A എന്ന് പറയുന്നത് സബ് സെമി ഗ്രൂപ്പ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, അതായത് A ഇറ്റ്സെൽഫ് ഒരു സെമി ഗ്രൂപ്പ് ആയിരിക്കണം വിത്ത് റെസ്പെക്ട് ടു ദ ഓപ്പറേഷൻ ഓൺ S. ഓക്കെ, അതായത് ആ സബ്സെറ്റ് എന്തായിരിക്കണം, ഒരു സെമി ഗ്രൂപ്പ് ആയിരിക്കണം അല്ലേ. വിത്ത് റെസ്പെക്ട് എന്താണോ നമ്മുടെ ഓപ്പറേഷൻ തന്നിരിക്കുന്നത് ഓൺ എസ്സിൽ എന്താണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അണ്ടർ ദാറ്റ് ഓപ്പറേഷൻ ഈ A എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഈസ് എ സെമി ഗ്രൂപ്പ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. സിൻസ് അതായത് ഏത്തെ എലമെൻറ്റ്സ് എല്ലാം എവിടുത്തെ എലമെൻ്റാണ്, എസ്സത്തെ എലമെൻ്റാണ്. എസ്സിൻ്റെ സബ്സെറ്റ് ആണല്ലോ A. സോ ഈ അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത് എസ്സിനെയും എനും സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. എസ്സിലെ എല്ലാ എലമെൻസിനും അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മളതിനെ സെമി ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ A എന്ന് പറയുന്നത് അതിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ അതിലുള്ള എലമെൻസിനും അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാം, A ഒരു സബ് ഗ്രൂപ്പാണെന്ന്, A ഒരു സബ് സെമി ഗ്രൂപ്പാണെന്ന് പറയാം. ഓക്കെ, സബ് സെമി ഗ്രൂപ്പാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഇത് തന്ന് ഇതിൻ്റെ സബ്സെറ്റ് ഇതാണ്, അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ സബ്സെറ്റ് ആവുക, മീൻസ് സെമി സബ് ഗ്രൂപ്പ് ആണോ എന്നിങ്ങനെ ചെക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ A സെമി സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് A ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ ഓൺ S. എന്താ ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ ഓൺ S നമ്മൾ പറഞ്ഞില്ലേ, അതായത് Aയിലെ 2 എലമെൻറ്റ് എടുത്തിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആ പറഞ്ഞ Aയിൽ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതെന്താണ്, ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ ഓൺ S. എസ്സിലുള്ള ഓപ്പറേഷൻ എസ്സിലുള്ള ഓപ്പറേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് Aയിൽ 2 എലമെൻറ്റ് എടുക്കുകയാണ്. എന്നിട്ട് ആ ഓപ്പറേഷൻ നമ്മൾ ആഡ് ചെയ്യുകയാണോ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ എന്താ ചെയ്താലും തിരിച്ച് കിട്ടുന്ന എലമെൻറ്റ് A തന്നെ ഉണ്ടെങ്കിൽ അതെന്താണ്, ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ ഓൺ S എന്ന് പറയും, അല്ലെങ്കിൽ ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ എന്ന് പറയും. അങ്ങനെ ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞത് സെമി സബ് ഗ്രൂപ്പാണെന്ന്, സബ് സെമി ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. എയും ബിയും. ഓക്കെ, എയും ബിയും. അപ്പോൾ A എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഈവൻ നമ്പറാണ്, B എന്ന് പറയുന്നത് ഒരു ഓഡ് പോസിറ്റീവ് ഇൻറ്റീജറാണ്. ഓക്കെ, അപ്പോൾ A ഇൻറ്റു അതുപോലെ തന്നെ B ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. ഇവിടെ നമുക്ക് ബൈനറി ഓപ്പറേഷൻ തന്നിരിക്കുന്നത്. ഇത് രണ്ടും സബ് സെമി ഗ്രൂപ്പ്സ് ഓഫ് N സ്റ്റാർ. ഓക്കെ, N സ്റ്റാർ അല്ല, ഒരു മിനിറ്റ്. ഓക്കെ, A സ്റ്റാർ അല്ല, ഇവിടെ നമുക്ക് തന്ന ബൈനറി ഓപ്പറേഷൻ എന്താണ്, മൾട്ടിപ്ലിക്കേഷനാണ്. A എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്, B എന്ന് പറയുന്നത് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷനാണ്. ഇവിടെ തന്ന ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് രണ്ടും സബ് സെമി ഗ്രൂപ്പ്സ് ആണ്. N മൾട്ടിപ്ലിക്കേഷൻ. N എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സാണ്. ഓക്കെ, ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോ N നാച്ചുറൽ നമ്പറാണ് കേട്ടോ. N നാച്ചുറൽ നമ്പറാണ്.
അപ്പോൾ ഇത് സെമി സബ് ഗ്രൂപ്പ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? അതായത് ഇത് ക്ലോസ്ഡ് ആണോ? അപ്പോൾ A* കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ ക്ലോസ്ഡ് ആണോ നോക്കണം അല്ലേ? അതായത് ഈവൻ നമ്പേഴ്സിൽ 2 എലമെൻ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈവൻ നമ്പർ തന്നെ കിട്ടില്ലേ അല്ലേ? അപ്പോൾ ആ A* എന്ന് പറയുന്നത് A ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. B എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ 2 ഓഡ് നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ വരിക? 2 ഓഡ് നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഓഡ് നമ്പർ തന്നെയാണ് വരിക. സോ നമുക്ക് AB ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. സോ എന്ത് പറയാം? A മൾട്ടിപ്ലിക്കേഷനും B മൾട്ടിപ്ലിക്കേഷനും സബ് സെമി ഗ്രൂപ്പ്സ് ഓഫ് N. ഇവിടുത്തെ മെയിൻ വലിയ ഗ്രൂപ്പ് ഏതാണ്? N മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, എനിക്ക് സ്റ്റാർ തന്നെ വായിൽ വരുന്നു ഓപ്പറേഷൻ പറയാൻ. ഓക്കെ, നമുക്ക് A+ എടുക്കാം. A+ എന്ന് പറയുന്നത് സബ് സെമി ഗ്രൂപ്പാണ്. കാരണം 2 എന്താ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ മാറി അഡീഷനായി. അഡീഷൻ ആവുന്ന സമയത്ത് എന്താ? അതായത് 2 എലമെൻറ്റ്സ് എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് അതേ സെറ്റിൽ ഉണ്ടാവണം. 2 ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഈവൻ നമ്പർ തന്നെ കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? A ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. സോ ഇതെന്തായി? A ഈസ് എ സെമി സബ് ഗ്രൂപ്പ് ഓഫ് N+. ഓക്കെ, ഇവിടെ N+ ആയിരിക്കും. ഓക്കെ, N+. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ തന്നെ എടുക്കാം. ബീൻ്റെ കേസിലെടുക്കാം. 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓഡ് ഇൻറ്റീജേഴ്സ് ആണ്. 2 ഓഡ് ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡ് ഇൻറ്റീജർ തന്നെ കിട്ടില്ല. സോ നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞത് എന്താണ്? സെമി സബ് ഗ്രൂപ്പ് അല്ല. കാരണം അതെന്താ? B ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ B ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് എ സെമി സബ് ഗ്രൂപ്പ് ഓഫ് N+. ഓക്കെ, ഇനി അടുത്തത് F എന്ന് പറയുന്നത് ഒരു സെമി ഗ്രൂപ്പാണ്. ഓൺ സെറ്റ് എ ബി എന്ന് പറഞ്ഞ AB മാത്രമേ ആ സെറ്റിലുള്ളൂ. H എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈവൻ വേർഡ്സ്, അതായത് ഈവൻ വേർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് Aയും Bയും യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സാണ്. അതിലെന്താണ് ഈവൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, ഈവൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ദെൻ കോൺകാറ്റിനേഷൻ ഓഫ് എനി ടു വേർഡ്സിൻ്റെ കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നതും ഒരു ഈവൻ ആണല്ലോ, ഈവൻ ആണ് വരിക. സോ അതായത് 2 ഈവൻ നമ്പേഴ്സാണുള്ളത്, 2 ഈവൻ വേർഡ്സ് ആണുള്ളത്. ഇവിടെ ഉള്ളത് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത്. H എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഇവിടെ ഞാൻ പറഞ്ഞത് മുഴുവൻ തെറ്റിപ്പോയി. ഓക്കെ, F എന്ന് പറയുന്നത് ഒരു സെമി സബ് ഗ്രൂപ്പ് ഓൺ സെറ്റ് A എന്ന് പറയുന്നത് AB മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ H എങ്ങനെ എടുത്തിരിക്കുന്നത്? H എന്ന് പറയുന്നത് എല്ലാ ഈവൻ വേർഡ്സിൻ്റെ കളക്ഷനാണ്. H എന്ന് പറയുന്നത് ഇതിൻ്റെ സബ്സെറ്റ് ആയിട്ട് എടുക്കുകയാണ്. അതായത് ഈ പറഞ്ഞ ഇതിലെല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ, അതായത് ഈവൻ ലെങ്ത് ഉള്ള വേർഡ്സിൻ്റെ കളക്ഷനാണ് H. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കോൺകാറ്റിനേഷൻ ചെയ്താൽ നമുക്ക് എന്താ വരിക? 2 ഈവൻ നമ്പർ ഓഫ് വേർഡ്സ് ഉള്ള 2 ഈവൻ നമ്പർ ഓഫ് ലെറ്റേഴ്സ് യൂസ് ചെയ്തുണ്ടാക്കി ഇതിനെ കോൺകാറ്റിനേറ്റ് ചെയ്താൽ വീണ്ടും ഒരു ഈവൻ നമ്പർ ആണല്ലോ വരിക. സോ H എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, H എന്ന് പറയുന്നത് ഒരു സെമി സബ് ഗ്രൂപ്പ് ഓഫ് F ആണ്. ഓക്കെ, ഇവിടെ ഫ്രീ സെമി സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഫ്രീ സെമി സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കോമ്പിനേഷനിൽ നമുക്ക് ഒരുപാട് വേർഡ്സ് എഴുതാൻ പറ്റും കേട്ടോ. അതായത് AB യൂസ് ചെയ്തിട്ട് ഒരു വലിയ അങ്ങനെയുള്ള ഒരു കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് കേട്ടോ അത്. F എന്ന് പറയുന്നത് എന്താണ്? AB യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കോമ്പിനേഷനിലും ഉള്ള വേർഡ്സിൻ്റെ കളക്ഷനാണ്. ഓക്കെ, അപ്പോൾ A എത്ര വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, B എത്ര വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള വേർഡ്സിൻ്റെ കളക്ഷനാണ് ഈ പറഞ്ഞ F. അതാണ് ഈ ഫ്രീ സെമി സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ H എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയുള്ള എല്ലാ വേർഡ്സിലും ഈവൻ നമ്പർ ഓഫ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ വേർഡ്സിൻ്റെ കളക്ഷനാണ് നമ്മുടെ H. അപ്പോൾ ഇങ്ങനെ ഈവൻ നമ്പേഴ്സുള്ള വേർഡ്സ്, ഈവൻ ലെറ്റേഴ്സ് ഉപയോഗിച്ചുണ്ടാക്കിയ 2 വേർഡ്സും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്താൽ നമുക്ക് എഗെയിൻ ഒരു ഈവൻ എന്താ പറയുക ലെറ്റേഴ്സുള്ള ഒരു വേർഡ് തന്നെയല്ലേ കിട്ടുക. അപ്പോൾ അതാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം? ക്ലോസ്ഡ് ആയി അല്ലേ? ഓക്കെ, നമ്മുടെ ഓപ്പറേഷൻ എന്തായി? ക്ലോസ്ഡ് ആയി. സോ ഈ H എന്ന് പറയുന്നത് എന്താണ്? സെമി സബ് ഗ്രൂപ്പ് ഓഫ് H ആണ്. ഓക്കെ, ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് അടുത്ത ക്ലാസ് ഞാൻ പാർട്ട് 2 ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത സെക്ഷനിൽ ക്ലിയർ ചെയ്യാം.